മോർഷ്യസിന്റെ രണ്ടാം വരവാണ്. യെസ്, അവൻ അത്ര കഴിക്കണ്ട കേട്ടോ. 90. ഞങ്ങൾ ഇതേ കോറം നാളെ തികയുമെന്ന് അറിയത്തുമില്ലെങ്കിൽ പോലും വണ്ടി പോകും എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ വണ്ടിയും കൊണ്ട് വന്നത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ട് അവനെ ഒന്ന് വിളിക്കാം ഗൈസ്, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കാരണം ചെറിയ റോഡാണ്, നമ്മുടെ വലിയ വണ്ടിയുമാണ്. പക്ഷെ ഞാൻ അവനെ വിളിച്ചപ്പോഴേക്കും അവൻ ബിസി ആയിരുന്നു. പക്ഷെ ഇതാ നമ്മുടെ മുമ്പിൽ തന്നെ നമ്മുടെ റിസോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ആ കാണുന്ന റെഡ് ബോർഡ് ഉണ്ട്. നമ്മൾ ഇവിടെ തന്നെയാണ് വണ്ടി നിർത്തിയത് നേരത്തെ. അപ്പൊ ആ റെഡ് ബോർഡ് ഞാൻ ഇപ്പൊ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് കണ്ടത്. ഇറ്റ്സ് ആക്ച്വലി കണ്ടോ, റിതു ബീച്ച് റിസോർട്ട്. നമ്മുടെ പാരമ്പര്യം എന്താ പറയുക, ഒരു വിന്റേജ് എഫക്റ്റ് ആണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഇതുപോലത്തെ ഒരുപാട് സെറ്റപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ, പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് ഇതുപോലൊരു സാധനം, ഇതുപോലൊരു നിധി ഒളിഞ്ഞിരിക്കുന്നത് നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? അതേ ഒരു സെറ്റപ്പാണ് എനിക്ക് സംഭവിച്ചത്. കാരണം ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല ആക്ച്വലി. ഇതൊന്നും ഇപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായപ്പോഴാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിയുന്നത്. ഇതൊക്കെ ആക്ച്വലി വുഡ് അല്ല, വുഡാണത് അല്ല, വുഡൻ ഫീൽ, വുഡൻ പെയിന്റ് ആണ് ആക്ച്വലി ചെയ്തത്. അതിന്റെ സ്ട്രക്ചർ ഒക്കെ എന്ന് പറഞ്ഞത് കണ്ടില്ലേ, എല്ലാം അതനുസരിച്ച് അവർ കാർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓവറോൾ നമുക്കിപ്പോ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായാലും സൂപ്പർ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി ബ്രില്യൻ ആംബിയൻസ് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആക്ച്വലി. അപ്പൊ നമ്മുടെ ആംബിയൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ റൂമിനകത്താണെന്ന് നമുക്കറിയാം. ഔട്ട്ഡോർ ഒക്കെ വെറും ഒരു പാർഷ്യൽ കാര്യം മാത്രം. ദ റിയൽ ബിസിനസ് ഈസ് ഇൻസൈഡ് അവർ റൂം. സോ അപ്പൊ അതിന് ഇനിയും കുറച്ചുകൂടി സാവകാശം നമുക്ക് ആവശ്യമുണ്ട്. ഇൻ ദ മീൻ ടൈം വി കൻ ജസ്റ്റ് ഗോ ഫോർ വൺ അനദർ ടു. ഓക്കെ, ലെറ്റ്സ് ഗോ. യെസ്, ഒരു വിന്റേജ് എഫക്റ്റ് ആണ് ഇതെല്ലാം. നമുക്ക് ഒരു ഫീല് കിട്ടുന്നൊരു കാര്യമാണ് ഇതെല്ലാം. ഇങ്ങനെ ഒരു പാസേജും എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി കല്ല് തന്നെയാണ്, പക്ഷെ എല്ലാം ഒരു വുഡൻ ഫിനിഷ് വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇതിലേക്ക്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇന്റീരിയർ വേണമെങ്കിൽ കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഓപ്പൺ ആണ് ആക്ച്വലി, കണ്ടോ.
അപ്പൊ ഇങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. എനിക്കറിയില്ല എന്തോരം ഉണ്ടെന്ന്, എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല എനിക്ക് ഈ ഒരു റിസോർട്ടിനെ കുറിച്ച്. ഇങ്ങോട്ട് എന്തോരം ഉണ്ട് ബാക്കിലോട്ട്? ഇത്ര ആ മതിലോടല്ലേ? ഇത്രേ ഉള്ളൂ. ഓക്കെ. പൂള് വല്ലതും ഉണ്ടോ അവിടെ? ഇല്ല അല്ലേ? ഇവിടൊക്കെ ഇരുന്ന ഒരു പ്രത്യേക ഫീലാണ് ഗൈസ്. കാരണം ഈ ലൊക്കാലിറ്റി, ഐ മീൻ നിങ്ങൾ ഈ ഒരു ആംബിയൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഈ ഒരു നേച്ചറുമായിട്ട് ഇങ്ങനെ ഒരു ഇണങ്ങിച്ചേരുന്ന എന്നൊക്കെ പറയത്തില്ലേ, ഇതൊരു കുളമാണ് ആക്ച്വലി. മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മിക്കവാറും ഇതിനകത്തൊക്കെ പിടിച്ചിട്ട് ഫ്രൈ ഒക്കെ ചെയ്ത് തരുമായിരിക്കാം. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും ഞാൻ ചോദിച്ചില്ല. അപ്പം എന്നിരുന്നാലും ഈ ഒരു ഫീലൊക്കെ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. കാരണം ഇവിടെ ഇങ്ങനെ ഒരു കോറിഡോറിൽ ഇങ്ങനെ ഒരു വരാന്തയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കാനും ലിക്കർ അടിക്കാനൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ് ആക്ച്വലി. എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻ്റ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ റെസ്റ്റോറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതും കോട്ടേജസും റൂംസും തന്നെ ആയിരിക്കാം ഒരു പക്ഷേ. എന്നിരുന്നാലും കൊള്ളാം, ഒരു ടിപ്പിക്കൽ റിസോർട്ടിന്റെ ഒരു ഫീലും. ഞാൻ ചോദിക്കുന്നില്ല, ഒരുപാട് വട്ടം ഇതുപോലെ കയറി വന്നതാണ് നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് മദ്യ കുപ്പികളുമായി. ഇതേപോലെ 2 വർഷം തുടർച്ചയായി നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് ഇതുപോലെ പല പല മദ്യ കുപ്പികളുമായി നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്നവനാണ് ഈ വ്യക്തി. അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ന് എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഏത് തുടങ്ങണം എന്നുള്ളൊരു വലിയ കൺഫ്യൂഷനിലാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒട്ടനവധി ബ്രാൻഡുകളുണ്ട്. ഇത് കൂടാതെ ഇനിയും ബ്രാൻഡുകളുണ്ട്. നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ ക്യാമറയ്ക്ക് പിന്നിലുള്ള നമ്മുടെ ബ്രോ, അതായത് ഈ ഒരു വ്യക്തി ഇത് നിസ്സാര വ്യക്തിയൊന്നുമല്ല. ആള് നിങ്ങൾ കാണുന്നത് പോലെയല്ല, ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു മനുഷ്യനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പുള്ളിയുടെ, ഞാൻ പറഞ്ഞു, ഈ പുള്ളിയുടെ സഹോദരന്റെ ബ്രദറിന്റെ കൊച്ചനുജന്റെ കല്യാണമാണിന്ന്, അല്ലേ? അതെ, ഒന്നാമത്തെ എത്രാമത്തെ ബർത്ത്ഡേ എന്ന് ചോദിക്കുന്നത്, എത്രാമത്തെ കല്യാണം എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ +2 10ാം ക്ലാസ്സൊക്കെ ആ ഒരു ടൈമിൽ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള പുള്ളിക്കാരനായിരുന്നു. പക്ഷെ എനിക്ക് പുള്ളിനെ അറിയില്ല, പുള്ളിക്ക് എന്നെ അറിയത്തില്ല. അപ്പോൾ പുള്ളി ഇതുപോലെ ഒരു ദിവസം കളി കാണാൻ വന്നു നിന്നു. അങ്ങനെ തുടങ്ങിയ ഒരു പരിചയമാണ്, അങ്ങനെ തുടങ്ങിയ ഒരു ബന്ധമാണ്. അത് പിന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചു. പിന്നെ തിരികെ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പന്തലിച്ചു. പിന്നെ എവിടെ പോയാലും ബൂമറാങ് തിരിച്ചു വരും. അതാണ് ഭൂമിയുടെ ശാസ്ത്രം എന്ന് പറയുന്ന പോലെ. പുള്ളിക്കാരൻ തിരിച്ചു വന്നു, പുള്ളിക്കാരൻ എന്റെ പക്കൽ തിരിച്ചെത്തി. അങ്ങനെ പുള്ളിയുടെ സഹോദരന്റെ ഒരു വളരെ വലിയൊരു നിമിഷമായ കല്യാണത്തിലാണ് ഇപ്പൊ കലാശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വകയാണ് ഈ കാരണമായി വെച്ചത്. നമ്മൾ ഏത് ബ്രാൻഡിൽ പറഞ്ഞാലും പുള്ളി മേടിച്ചു തരും. അതാണ് പുള്ളിയുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാളും നല്ലതായിട്ടൊന്നും ഇല്ല. ചിലര് പറയും അതിനേക്കാളും നല്ല മദ്യമാണെന്ന് പറയും. അങ്ങനെ പറയുന്നത് മദ്യമാണ്, പക്ഷേ ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ സ്നേഹമാണ്. അതിന്റെ ഒരു പരിസമാപ്തി, അതിനൊരു അർത്ഥമാണ് ഈ കാണുന്നത്. സ്നേഹം എന്ന് പറയുമ്പോൾ കുട്ടികളല്ല, പക്ഷെ ഓരോ സാഹചര്യത്തിലും എന്താണോ വിലപ്പെട്ടത് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ചെയ്യുന്നതാണ് യഥാർത്ഥ സ്നേഹം. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ മാത്രമല്ല, നമ്മുടെ ഡ്രങ്കൻജി ഇത്തിരി ബിസിയാണ്. പുള്ളിക്കാരൻ താമസിച്ചാലും നമ്മളിവിടെ ജോയിൻ ചെയ്യും. അപ്പോൾ അതുവരെ നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ മൂടായിട്ട് നിൽക്കാം. അപ്പോൾ ഏത് ബ്രാൻഡ് വേണമെന്ന ആശയക്കുഴപ്പത്തിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും പ്രിഫർ ചെയ്യാൻ പോകുന്നത് മിക്കവാറും മുട്ടത്തലയാണ് എന്നെ അങ്ങോട്ട് ആകർഷിക്കുന്നത്. മാൻഡ്രൈറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പക്ഷേ അതിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ബക്കാരി ബ്ലാക്ക് ആണ്. ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട റാം ഏതാണെന്ന് ചോദിച്ചാൽ ഐ ഗോ വിത്ത് ബക്കാരി ബ്ലാക്ക്. കാരണം ഇതെന്റെ രക്തത്തിൽ, എന്റെ എന്താ പറയാ, നമ്മുടെ അലിയി ചേർന്നതാണ് ഈ ബക്കാരി ബ്ലാക്ക്. സോ ഞാൻ ബക്കാരി ബ്ലാക്കിൽ പോകും. പുള്ളിക്കാരന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം മോഫസ് ആണ്. അപ്പോൾ മറ്റേ കൂടെയുള്ള വേറെ കക്ഷിയുണ്ട്, പുള്ളിക്കാരന്റെ ഏറ്റവും ഇഷ്ടം ക്ലിഫാങ്ങറാണ്. അപ്പോൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. എന്തായാലും ബക്കാടി അടിച്ച് പാമ്പാകാനാണ് എന്റെ ലക്ഷ്യം. അതിന്റെ കൂട്ടത്തിൽ ഇനി അത് കുറെ കഴിയുമ്പോൾ ഓൾഡ് നമുക്ക് കയറി ചെല്ലുമോ, ക്ലിഫ് ഹാങ്ങർ കയറി വരുമോ എന്നൊന്നും എനിക്കറിയില്ല. എല്ലാം വിധിയുടെ വിളയാട്ടം എന്ന് നമുക്ക് സമാധാനിക്കാം. അപ്പൊ നമ്മുടെ പരിപാടി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇറ്റ്സ് നോട്ട് എ ഗെറ്റ് ടുഗദർ. ഇതൊരു ഒരുമിച്ചുള്ളൊരു വെള്ളമടിയിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. കാരണം ഇതൊരു കല്യാണത്തിന്റെ തലേന്നുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ വരും അടിക്കും പോയി വരും, അങ്ങനെ ഉള്ളൂ. അത് എല്ലാവർക്കും സർവ്വസാധാരണമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ എന്നിരുന്നാലും ഞാൻ തന്നെ നേരത്തെ പറഞ്ഞു, ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ബക്കാരി ബ്ലാക്ക് ആണ് ഞാൻ പ്രിഫർ ചെയ്തിരിക്കുന്നത്. അത് വിട്ടുള്ള ഒരു കളിയില്ല. കാരണം ഓൾഡ് മെന്റ് എന്ന് പറയാൻ എന്നെ സംബന്ധിച്ചോ ഇതിനേക്കാൾ കുറച്ച് ഒരു ലെവൽ താഴ്ചയിലാണ്. സോ
സോ ഞാൻ എന്തായാലും ബക്കാടി ബ്ലാക്ക് ആണ്. എനിക്കൊരു മൊത്തം അടിക്കണം ആഗ്രഹമുണ്ട്, എല്ലാ ഐറ്റംസും അടിക്കണം ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും ബക്കാടി ബ്ലാക്കിലേക്ക് പോവുകയാണ് guys. പരിപാടി തുടങ്ങാം മക്കളെ. നമ്മുടെ കൂട്ടുകാരൻ പുറത്തു തന്നെ ഉണ്ട് കേട്ടോ. അവൻ വേറെ കുറച്ച് ആൾക്കാരെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏത് ബക്കാടി തുടങ്ങണം? അത് ഓൾറെഡി പൊട്ടിച്ചൊരു ബക്കാടിയാണ്, നമ്മുടെതല്ല. ബാക്കിയിരിക്കുന്ന എല്ലാം ഫ്രഷ് സാധനങ്ങളാണ്. അപ്പോൾ ഇത് തന്നെ ഓപ്പൺ ചെയ്യാം. രംഗൻജി, താങ്കൾ എവിടെയാണ് മോനെ? സൗകര്യം ഉണ്ടേ വാടാവൂലേ എന്നൊക്കെ വേണേ പറയേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഇത്രയും സാധനം നിരന്നിരുന്നിട്ട് വെള്ളം അടിക്കാൻ എത്തുന്നില്ല എന്ന് പറയുമ്പോൾ തന്റെ വിധി അത്രേ പറയുള്ളൂ. മൈക്കിളെ, താങ്കൾ ഇല്ലെങ്കിൽ ഞാൻ അടിക്കത്തില്ല എന്നുള്ള ധാരണ വല്ല ഉണ്ടെങ്കിൽ അത് സ്വപ്നത്തിൽ വെച്ചാൽ മതി മോനെ ഡ്രാഗൻ. കാരണം എന്റെ കാര്യം എനിക്ക് നോക്കിയേ പറ്റൂ, എന്റെ ചാനൽ എനിക്ക് കൊണ്ടുപോയേ പറ്റൂ. അവനെ ഞാൻ എന്റെ റൗണ്ട് ഒഴിച്ചു കേട്ടാ. നിന്റെ റൗണ്ട് നീ ഒഴിച്ചോ? നീ ഒഴിക്കോ അതോ ഞാൻ പൊട്ടിച്ചു തരുന്നു? പൊട്ടിച്ചാ ഇത് തന്നെയാ. ഞാൻ പൊട്ടിച്ചു ഒഴിച്ചു. അതെടുത്ത് അവന് ക്ലിഫ് ഹാങ്ങർ മതി. എടാ പൊട്ടിച്ചൊന്നും കുഴപ്പമൊന്നുമില്ലല്ലേ? ഇന്ന് പൊട്ടിച്ചാലും എന്താ അല്പം എല്ലാരും ഒരേപോലെ അല്ലായിരുന്നു. നീ വെച്ചോ. സാധനം ഇപ്പൊ തീർന്നു പോവല്ലോ. അപ്പൊ നീ എന്ത് ചെയ്യും? വേറെ ഉണ്ടാ? ആ അത് മറന്നു വിട്ടേട്ടാ. അതെ, നിനക്ക് ക്ലിഫ് ഹാങ്ങർ അല്ലേ മോനെ? ക്ലിഫ് ഹാങ്ങർ. എടാ ഡോർ അങ്ങോട്ട് കഴിഞ്ഞിട്ട് അടച്ചടാ. ഒഴിച്ചോ. ഞാൻ കരുതി നിന്റെ മോർഫേസിനകത്ത് ഒഴിക്കാൻ പോകണം. മതിയാടാ, അവനെ കാണിച്ചു കൊടു. ഇത്ര മതിയാ? എടാ ഇത്ര മതിയാ? അത് ക്ലാസ് നടക്കണം. കാണുമ്പോ എത്ര വളങ്ങളോടാ? അവനെ വില്ലനാണ്, നമ്മളെക്കാളും ഡിഗ്രിയുടെ കൂടുതലാണ് അവന്. കഴിഞ്ഞു അതല്ലേ അവനിപ്പോ നിൽക്കുന്നത്. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. യെസ്, ഇങ്ങനെ കൂടെ എനിക്ക് സോഡ മേടിച്ചെങ്കിൽ ഞാൻ ട്രൈ ചെയ്യിക്കാടാ. സോഡ ഇങ്ങനെയുണ്ടാ? അതെ, അടിക്കരുത്. മൂന്നും കൂടെ വെക്കൊരു കളർഫുൾ ആയിട്ടൊക്കെ എടുക്കട്ടേ. അപ്പൊ ഗായ്സ്, മൂന്ന് ബ്രാൻഡുകളാണ്. പക്ഷെ എല്ലാം ഒരേ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. പല രൂപത്തിലും ഭാവത്തിലും നാമത്തിലും കളറിലും ആണെങ്കിലും ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാരും ഒന്ന് തന്നെ. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ഒരു ഗ്ലാസും കൂടെ വരേണ്ടതായിരുന്നു ഡ്രാഗന്റെ. പക്ഷെ ഇല്ലെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? പുള്ളി എവിടെയെന്ന് പുള്ളിക്ക് പോലും അറിയത്തില്ല. വല്ലയിടത്തും അടിച്ച് തെറ്റി കിടപ്പുണ്ടായിരിക്കുന്നേ. അപ്പൊ പനി തുടങ്ങിയേക്കാം. എന്തുവരാണ്? യെസ്. അപ്പോൾ വെള്ളം വന്ന സ്ഥിതിക്ക് വള്ളം കളിക്കും. സന്തോഷം നമുക്ക് വേണ്ടി ഷെയർ ചെയ്യും. നമ്മളെ വിളിച്ച് നമ്മുടെ സുഹൃത്തിനും വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് ഓൾ കേരള വെള്ളമടി കൂട്ടുകാർക്ക് വേണ്ടി ഈ ഒരു ചിയേഴ്സ് സമർപ്പിക്കുന്നു. സോ ദ ഫസ്റ്റ് ചിയേഴ്സ് ഓഫ് ദിസ് നൈറ്റ് ഈസ് ഹിയർ. കൊക്കക്കോള. എനിക്കത് കൊക്കക്കോളയാണ്. ഞാൻ പണ്ടും പറയുന്നത് ഇപ്പോഴും തന്നെ പറഞ്ഞു, എനിക്കത് കൊക്കക്കോളയാണ്. എന്താ പറയാ, റൂമൊക്കെ കാര്യമില്ലല്ലോ, ഓപ്പൺ തീ കിട്ടും. അപ്പൊ ഇത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കറക്റ്റ് ആയിട്ട് ഞാൻ ഇൻഫർമേഷൻ തന്നതാണ്. ഇത് ഋതു ബീച്ച് വില്ലേജ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടാണ്. അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, പക്ഷേ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിസോർട്ടാണ്. കാരണം ഇവിടുത്തെ ആംബിയൻസ് ആയാലും എല്ലാവരും ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ നമ്മൾ പുന്നമല റിസോർട്ട്സ് പോലെ ഭയങ്കര വലിയൊരു പ്രോപ്പർട്ടി അല്ല, എന്നാൽ ഒരു ഇടത്തരം പ്രോപ്പർട്ടിയാണ്. പക്ഷെ അതിനകത്തുള്ളത് വെച്ച് അവർ മാക്സിമം കവർ ചെയ്തെല്ലാം നല്ല രീതിയിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഫോൺ നമ്പർ ഇത് താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഇതുപോലുള്ള ഡീറ്റെയിൽസ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. അതെ, വളരെയധികം കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്. അടുത്തോണ്ട് വെച്ചല്ലോ. അതെ, ഇനിയിപ്പോ താമസമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഓളത്തടിക്കും. ഇത് എത്ര സമയം കൊണ്ട് അടിക്കണം എന്ന് സമയപരിധി ഇല്ല. അടിച്ചടിച്ചടിച്ച് നൈസായിട്ടിരിക്കുക. അങ്ങനെ നടക്കും. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തില്ല, അറിയാവുന്ന ഇവിടെ ആളുണ്ടല്ലോ. അപ്പൊ ഇതോടെ പക്ഷെ സോഡ ഒരുമിച്ച് ഒഴിക്കുന്നു.
അതോ എങ്ങനെയാണ് നിന്റെ ക്ലാസ് വരാം? ഒഴിച്ചോ, ഗ്ലാസ് നോക്കണ്ട. അതെ, ക്ലാസ്സിലൊക്കെ എന്ത് കാര്യം, എന്ത് കാര്യം, ഇതൊക്കെ വെച്ച് തീർന്നു. പാത്രം വേണ്ടോ? അതിന്റെ പഴയത്. ഓക്കെ, അത് മതി. കൈ വച്ചതൊന്നും അല്ലേടാ. ആണ് ഗൈസ്, ഇവന്റെ കൈ വിറച്ചിട്ടുണ്ട് ഗൈസ്. ആരാടാ? ശരി അയ്യോ, നിന്ന് തരാം. ശരിക്കും മോഹൻ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ പറഞ്ഞു കല്യാണ ആഘോഷമാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മളെ ജോയിൻ ചെയ്യും. ആഹാ, ആള് പുല്ലിയാട്ടാ, നമ്മൾ ഇത്ര ഒഴിച്ചേക്കിടാ. കറക്റ്റ്. എടാ സോഡ വേണ്ടി വരില്ലോടാ നീ. ഇതൊക്കെ സ്റ്റോക്ക് ചെയ്യും. നീ അപ്പൊ എന്താ ഉദ്ദേശിച്ച് ഈ കുപ്പി മാത്രം മേടിച്ചു വെച്ചിട്ട് സോഡ ഇല്ലാതെ? കുറച്ച് ചാടിക്കണം കേട്ടോ. നീ സോഡ ഇല്ല, അതാ അവന്റെയാണ്. യെസ്, അതെ, ഓക്കെ, ഇവന്റെ പ്രൊമോഷൻ കൂടി ചെയ്തു തരും. ആയിക്കോട്ടെ. ഹൗസ് ബോട്ട്, ഹൗസ് ബോട്ട് അതൊക്കെ നമ്മുടെ ആൾക്കാരാണ്. പുന്നമടയില്, പുന്നമടയാണോ? പള്ളാതുരുത്തി. പുന്നമട മൊത്തം നമ്മുടെ ആൾക്കാരാണ്. ഓക്കെ, പിടിച്ചോ. സിപ്പറാണ്. ഞങ്ങൾ ഒറ്റടി അടിക്കുന്നു. അല്ല, നിന്റെ ഞാൻ പറയാതിരിക്കുവായിരുന്നു. അത് ശരി, പുള്ളി കുപ്പികൾ ഇഷ്ടം എത്ര വേണേ അടിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നത് കല്യാണം ആയതുകൊണ്ട് നിങ്ങൾ എത്ര വേണേ അടിച്ചു, പക്ഷെ അത് കൈ ആയാലും കുഴപ്പമില്ല നമുക്ക് പറയാം. അതാണ് ഇഷ്ടം പോലെ കുപ്പി മേടിച്ചു, രണ്ട് കുപ്പി സോഡ. നമുക്കൊരു കുപ്പി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ എന്റെ ഒരു പ്രോട്ടോകോൾ ലംഘിക്കാൻ പോകും. ആക്ച്വലി എന്റെ നിങ്ങൾക്ക് അറിയാം, ഏത് ഒരു ബ്രാൻഡ് അറ്റ് എ ടൈം ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനത് ലംഘിച്ചുകൊണ്ട്, ഇന്ന് കല്യാണമല്ലേ, നമ്മുടെ ഒരു അനിയത്തിയാണ് കല്യാണം. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സാധനമാണ്, നമ്മുടെ ഇതിന്റെ ഒരു മോഡലുണ്ട്, നമ്മുടെ ജോണി വാക്കർ ബ്ലൂ ലെവലിന്റെ ഒരു മോഡലേഷൻ അല്ലെ, അകത്തിങ്ങനെ വന്നിട്ട്. ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ജോണി വാക്കർ അടുത്ത ആഴ്ച എത്തും. അടുത്ത ആഴ്ച മീൻസ് ഒരുപക്ഷെ ഏപ്രിൽ 15 നമുക്ക് ലാൻഡ് ചെയ്യും. അപ്പോൾ അതിനുശേഷം നമ്മുടെ വീഡിയോ പ്രതീക്ഷിക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ പ്രോട്ടോകോൾ ലംഘനത്തിന് വേണ്ടി ഫസ്റ്റ് സുരേഷ്, രമേശ്. കാരണം ക്ലിഫ് ഹാങ്ങർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ക്ലിഫ് ഹാങ്ങറിന്റെ എല്ലാ വേരിയൻസും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. ഓറഞ്ച് ആയാലും നോർമൽ ആയാലും ഗ്രീൻ ആപ്പിൾ ആയാലും എല്ലാം നമ്മുടെ ചാനലിലാണ് ഫസ്റ്റ് ടൈം ഇൻ കേരള വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിന്റെ കൂടെ, അതായത് നമ്മുടെ ഒഫീഷ്യലി നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട റമ്മിന്റെ കൂടെ, ബക്കാറി ബ്ലാക്കിന്റെ കൂടെ ഈ ഒരു സാധനം കഴിച്ചു. എന്റെ സാധനം പറടാ, മോർഫിയസ്. അല്ല, മോർഫിയസിനെ കുറിച്ച് മോർഫിയസ് പിന്നെ മോർഫീസ് എന്ന് പറയുമ്പോൾ 2022 പുതുവത്സരം ആഘോഷിച്ചത് മോർഫിയസിന്റെ ഒരു ഫുള്ള് കൊണ്ടാണ്. ഞാനും നമ്മുടെ ഡ്രങ്കയും കൊണ്ട് ഒരു ഫുള്ള് മുഴുവൻ അടിച്ച് ഞങ്ങളുടെ ബോധവും പോയി. ന്യൂ ഇയർ ഞങ്ങൾ പിറ്റേ ദിവസം കണ്ട് എഴുതിട്ട് നീ അന്ന് ലൈവിൽ ബൊണാൻസ വന്നിട്ട് എന്നെ ഇവന് അധിക്ഷേപിച്ചു. ഒരു ബ്രാൻഡ് മാത്രം അടിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഞാൻ അധിക്ഷേപിച്ചില്ലേ കഴിഞ്ഞ ലൈവില്? ഇല്ല, ഞാൻ ലൈവാണ്, താങ്കളോട് ഒരുപാട് വാർത്തി പറഞ്ഞു. അല്ല, മോർഫിയസ് ഒരു ബ്രാൻഡ് മാത്രം അടിക്കരുത്. അല്ല, അത് ശരിയല്ല. കാരണം നമ്മള് ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് കുടിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബ്രാൻഡ് മാത്രം കുടിച്ച് സംതൃപ്തി നേടുക എന്ന് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ്. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. കാരണം എന്തിനാ ഒറ്റ ബ്രാൻഡ് ഇറക്കിയാൽ പോരെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബ്രാൻഡുകൾ അടിക്കാനുള്ള അവകാശം അവർക്കുണ്ട്, സ്വാതന്ത്ര്യം ഉണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ ടോപ്പിക്. താങ്കൾക്ക് മോർഫിയസ് ഇഷ്ടമാണ്, മോർഫിയസിന്റെ തന്നെ ചേട്ടനുണ്ട്, മോർഫിയസ് ബ്ലൂ ഉണ്ട്. എനിക്കിഷ്ടമല്ല. അതൊന്നും അല്ല, ഇവിടെ ഒരു ഡിബേറ്റും കാര്യങ്ങളൊന്നും അല്ല. ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കാൻ വരുന്നത്. സംസാരിക്കുന്ന ആളുണ്ടെന്ന് അറിയോ? നാളത്തെ കല്യാണം കഴിക്കുന്ന ചെറുക്കന്റെ ചേട്ടനാണ്, നമ്മുടെ കൂടെ കമ്പനി. ഈ പുള്ളിക്കാരൻ അൺഒഫീഷ്യലി ലൈവ് പോലും അല്ല, ലൈവ് ആണെന്ന് അറിയാതെ വന്ന് കേറി പെട്ടുപോയൊരു മനുഷ്യനാണ്. അതെ, എന്നിട്ട് എനിക്കറിയാം നീ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അതാറേ നീ അടിച്ചില്ല? അടിച്ചില്ലല്ലേ? ഓ, ഞാൻ മാത്രമേ കഴിയുള്ളൂ. ടച്ച് തേരിക്കുന്നു. ടച്ച് ഇപ്പൊ വരും ഇപ്പൊ അല്ലേ? ഹായ് ഒന്നും നമുക്ക് വേണ്ട, നമുക്ക് ചേസ് മതി. അപ്പൊ നമ്മള് ഈ രാത്രിയിലേക്ക് വേണ്ടിയുള്ള ഫുഡ് വന്നിട്ടുണ്ട്. അതെ,
എത്തിപ്പിടിച്ചു വന്നു. എങ്ങനെ എത്തിപ്പിടിച്ച് എത്തി ഇവിടെ? ഞങ്ങൾക്ക് പേടിയാണ് ഇവിടെ വരാൻ പറ്റുമെന്ന് അറിയാൻ. അടിച്ചുകൊണ്ടല്ലേ ഇവിടെ കറക്റ്റ് ലാൻഡ്മാർക്ക് ലാൻഡ്മാർക്കാന്നല്ലേ? ഓക്കെ. ഇവിടെ ഷോർട്ട് കട്ട് വഴിയാ വന്നത്, സ്ട്രൈറ്റ് വഴിയല്ല. ഞാൻ ട്രാക്കിനെ അതെ അല്ലേ? നിങ്ങൾ നാട്ടുകാരാണോ? ഞാൻ നാട്ടുകാരന്. പിന്നെന്ത് വേണോ അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു. അല്ല ക്യാഷ് കൊടുക്കണ്ടേ? ഓൺലൈൻ പേയ്മെന്റ് ആണല്ലോ. ഓക്കെ ഓക്കെ ബ്രോ, താങ്ക് യു. അപ്പൊ ഫുഡ് എത്തി. നമുക്ക് മാത്രമുള്ളതല്ല ഇത്രയും. മോർഫിയസ് നമ്മൾ ഇവിടെ കൊണ്ട് തീർത്തു ചിന്തിക്കണ്ട. ഈ കുപ്പി മാത്രമേ ഇവിടെ കൊണ്ട് അല്ല, മോർഫിയസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഫുള്ള് പൊട്ടിക്കാത്തൊരു കുപ്പി നമ്മുടെ സ്വന്തം എടുത്തിട്ടൂടാ. ഇത് കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ഒഴിച്ചാൽ നീ നിന്നോട് തന്നെ ചെയ്യുന്നൊരു മോശം. അതൊക്കെ എഴുന്നേക്കൂടെ? അതൊക്കെ എനിക്കറിയാമല്ലോ. അല്ല, അവനറിയാം. അത് മതി, അതിൽ കൂടുതൽ ഒഴിക്കാൻ പാടില്ല. അതെ, ഡ്രൈവറിനെ കാണിക്കണ്ടേ? ചിലപ്പോ അടുത്ത ദിവസം പെറ്റി കിട്ടും. ഇവന്റെ സൈഡില് ഒരു സ്പ്രൈറ്റിന്റെ കുപ്പിയിലും മിക്സ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പുറത്ത് എന്റെ സ്പ്രൈറ്റിന്റെ കുപ്പിയിലും മിക്സ് ചെയ്ത് ഞങ്ങൾ അടിച്ചടിച്ച് കഴിക്കാതെ പോയി. ശരി പഠിച്ചോ. അന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണ് വണ്ടിയിൽ കയറി. പെണ്ണ് കയറിയപ്പോഴത്തേക്ക് ദാഹിക്കുന്നു, വെള്ളം വേണം. പെണ്ണിന്റെ പെങ്ങള് ഭയങ്കര ദാഹം. വൈഫ് പറഞ്ഞ വെള്ളം കൊടുക്കാൻ പോലെ എടുത്ത് കുടിച്ചു. അത് ശരി, നമ്മള് സിനിമയിലൊക്കെ കാണുന്ന പോലെ. എന്താണ് ഈ സ്പ്രൈറ്റിന് ടൈപ്പ്? അതെ, സംശയം. പക്ഷെ അതേ ഇവരെ ഒരാൾക്ക് വേണ്ടി നമുക്ക് പ്രശ്നമാണ്. നമ്മളൊന്നും അടിച്ചു കഴിഞ്ഞാല് കടിച്ചു പറിക്കുന്നൊന്നുമില്ല. അതെ, നമ്മൾ കിട്ടൂ സത്യം എന്നൊക്കെ പറഞ്ഞെന്തെങ്കിലും ഒക്കെ. അല്ല, ഇന്ന് മദ്യപാനി വന്നതുകൊണ്ടല്ലേ ഇത്ര സെറ്റപ്പ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. കടിച്ച് പറിക്കാനോ വീടിങ്ങാടി എല്ലാത്തിലും ഐറ്റംസും ഉണ്ട്. പക്ഷെ നാളെ പെടും. വൈകിട്ട് നടക്കും. ചിക്കൻ ചിക്കൻ സദ്യയിലാണ്. ഓക്കെ, വൈകിട്ട് ഞാനിവിടെ കാണാം. വരുമോ? വൈകിട്ട് നമുക്ക് വിളിച്ചാലോ? വൈകിട്ട് നമുക്ക് അല്ല, ഫുഡ് നമുക്ക് ഫുഡൊന്നും വേണ്ട. അഞ്ചലിയില് സാധനം എന്തൊക്കെയാ? ബിരിയാണിയൊക്കെ ഫുഡ്, അത് ഫുഡ് ബ്ലോഗേഴ്സ് നോക്കട്ടെ. നമ്മുടെ ഈ ഐറ്റംസ് ഏതാണ്? ഇങ്ങോട്ട് അല്ലെങ്കിൽ എന്റെ വണ്ടിയില് ഇവിടെ വീട്ടിൽ വേണോ? നീ വീട്ടിലാണ് പ്രൈവസി. ഇവിടെ തന്നെ വിടാം. ഈ റൂം ഞാൻ വിടുന്നില്ല. മറ്റേ ആ 3 റൂം വിടുന്നതാണ്. ഇത് കേട്ടോട്ടെ, ഇത് കൊടുത്തില്ല. ഇത് വിടല്ല. വേറെ ആരും അക്കോമഡേറ്റ് ചെയ്യല്ലേ മോനെ? പറഞ്ഞു ഇവിടെ ഞാൻ അഞ്ചലിൽ പോകും. ആയിക്കോട്ടെ, നാളെ ഞാൻ ഫ്രീ ആവും. നാളെ ഉച്ച കഴിഞ്ഞ് ഞാൻ എപ്പോഴാണ് പറഞ്ഞാൽ ആയിക്കോട്ടെ. നമുക്ക് ഞാൻ എന്നാ തൊട്ടപ്പോഴല്ലേ നീ അതിനൊക്കെ അടിച്ചല്ലേ? അടുത്ത മോർഫീസ് എടുത്തു വിടാം. നീ അടിക്കുന്നുണ്ടോ? നീ അടിക്കുന്നുണ്ട്. പിന്നെ ചില്ലുടെ സോഡ മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നടന്നാണ് പോകുന്നത്. ആ തൊട്ടപ്പുറത്തെ കടയാണ്. അപ്പോൾ in the meantime I am going to blast the next round of Bacardi Black, my favorite from forever. ക്ഷമിക്കണം, സോഡ കൂടി പോയി. ഒരു ആവേശത്തിൽ അങ്ങ് കമത്തിയതാണ്. നാളെയാണ് കല്യാണം. കല്യാണം കഴിഞ്ഞിട്ട് the real party begins tomorrow night. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഈ ഒരു കോട്ടേജ്, ഈ ഒരു റിസോർട്ടിൽ ഇവൻ ഒരു 5 റൂമോളം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാം റിലീസ് ചെയ്യും. ബട്ട് ദിസ് റൂം MD കാല് വെച്ച റൂം ആയതുകൊണ്ടും ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ആയതുകൊണ്ടും അടിക്കാൻ ഏറ്റവും സുഖമായിട്ടുള്ള റൂം ആയതുകൊണ്ടും ഈ റൂം നമ്മൾ റിലീസ് ചെയ്തില്ല എന്നാണ് അവൻ പറഞ്ഞത്. നമ്മൾ ഇവിടെ തന്നെ വെച്ച് കൂടും. നാളെ ഈ ബ്രാൻഡ്സുകൾ ഒന്നും അറിയുന്നില്ല. The preference will be mine. ഞാൻ പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തൊരു ബാക്കി ഇല്ല അവൻ. കാരണം അത്രയും സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് the next round of Coca-Cola. ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ബ്രോ പോയി സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. കട മുഴുവൻ ഇങ്ങനെ മേടിച്ചു. നമ്മുടെ ഡ്രങ്കനെ പോലെ. ഡ്രങ്കൻ ഒരു ക്വാർട്ടർ മേടിക്കണമെങ്കിൽ ഇതുപോലെ ഒരുപാട്. നമ്മുടെ അടുത്ത റൗണ്ട് മൈക്കൊടി. അല്ല, വെള്ളമാണോ കൊണ്ടുവന്നേ? സോഡ എന്ത് ചെയ്യും? അത് വെള്ളമാണല്ലോ. അതേയിരിക്കും. നിങ്ങൾക്ക് വെള്ളം മതിയോ? പിന്നെ ആർക്കാടാ വെള്ളം മേടിച്ചത്? വെള്ളം ആർക്കാ? ആ, കോമൺ. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കും വെള്ളം വേണ്ട. ഫുഡ് അടിക്കുമ്പോ വെള്ളം കുടിക്കുക അല്ലേ? ഫുഡ് അടിക്കുമ്പോ. ഓക്കെ, അല്ല അതല്ല.
അത് നേരത്തെ ഇരുന്ന. എന്റെ ഒരു മോർഫീസ് എന്നതില് അപ്പൊ അടുത്ത രണ്ട് മോർഫീസ് വരുന്നുണ്ട്. യെസ്, നിങ്ങളുടെ കണക്കിന് എനിക്ക് ഒഴിക്കണ്ട കേട്ടോ. പോട്ടെ 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 പോട്ടെ, ശരി കൂടെ മതിയല്ലോ. മതി മതി. ആ ഇന്നപ്പോ നിങ്ങളുടെ അളവിൽ ഒഴിച്ചാമെന്ന് പറഞ്ഞാൽ മതി. അവന്റെ മോർഫേസ് മറ്റൊരു ക്ലിപ്പാങ്ങർ നിങ്ങളുടെ സാധനം തന്നെ. യെസ്, അവൻ അത്ര ഒഴിക്കണ്ട കേട്ടോ. അപ്പൊ നമ്മുടെ മോർഫിയസിന്റെ രണ്ടാം വരവാണ്. നിങ്ങൾ ഫുള്ള് ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ സംസാരത്തിൽ നിന്ന്, എന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കണം. യെസ്, ഒരു മോനെ ഒരു 90 ഒഴിക്കണം, സെഞ്ചുറി അടിക്കാം. അത് ശരി. അപ്പൊ ഞങ്ങളൊക്കെ ആരായി? ഇതുണ്ട് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ്. ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു എനിക്ക് ഇത്ര ഒഴിക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സെയിം അല്ലേ? ആ അതെ, കട്ടക്കോട്ടേക്കാണ്. യെസ്, വന്നിക്കട്ടെ. അവനിത് നീട്ടി ഒഴിച്ചോട്ടാ. നമുക്ക് മതി, അവന് കുറച്ച് മതി, അവൻ അത്രയ്ക്കും മതി. അതെ, എടാ കൂട്ടത്തിൽ നിനക്കാണ് സോഡ കുറവ്. കാരണം സാധനം കുറവ് നിനക്ക് ഒഴിച്ചു. നിനക്ക് നാളെ എഴുന്നേക്കണ്ടല്ലേ? അല്ലെ കല്യാണം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിട്ട് കാര്യം. അപ്പൊ നമ്മുടെ ഡ്രങ്കൻ ജി ലാൻഡ് ചെയ്തിട്ടുണ്ട്. വടി അറിയാതെ കിടന്ന് തിരികെയാണ് ഡ്രാഗൻ. ബ്രോ മോട്ടർ ഓഫ് ചെയ്താ ഇല്ലേ അവിടെ? അതെ, അങ്ങനെ വാദിക്കലുണ്ട്. അവിടുന്ന് എങ്ങോട്ട് ഋതു എന്നൊക്കെ പറഞ്ഞു കേട്ടാ. അത് തന്നെ ഋതു. അത് അയാൾ ഞാൻ പറഞ്ഞു നേരെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. നമ്മുടെ ഡ്രാഗൻ വന്നിട്ടുണ്ട്. കുറെ വഴിയെല്ലാം തെറ്റിയെങ്കിലും അവസാനം ലാൻഡ് ചെയ്തു അല്ലേ ഡ്രാഗൻ ജി? പോട്ടെ, അകത്തോട്ട് പോട്ടെ. കിണറാണ്, അല്ല കിണറല്ല. അങ്ങനെ കുറെ കറങ്ങിയെങ്കിലും ഡ്രാഗൻ എത്തി. ബാലചന്ദ്ര മേനോൻ വന്നിരിക്കുക. അതെ, ബാലേന്ദ്ര മേനോൻ എത്തിക്കഴിഞ്ഞു. തലക്കെട്ടൊക്കെയായിട്ട് ഞാന് പള്ളിയുടെ ഫ്രണ്ട് വരെ വന്നായിരുന്നു. പക്ഷെ ഇത് അകത്തേക്ക് കയറിയിട്ട് ഇങ്ങോട്ട് നമ്മുടെ ലൈവില് അപ്രതീക്ഷിതമായിട്ട് വന്നു. ഒരുപാട് ഒരു ഐറ്റംസ് കാണാൻ കിടപ്പുണ്ട്. പൊയ്ക്കോ മോനെ. ഇപ്പോഴാണ് റിസോർട്ടൊക്കെ ഉണർന്നത് നമ്മളെല്ലാരും വന്നപ്പോ. എടാ ഒരു ഗ്ലാസ് താഴവും മദ്യപാനം ഇവിടെ തന്നെ. അവിടെ തുറന്നിട്ട് പോയത്, തുറന്നിട്ട് പോയത്. AC റൂം വേണ്ടായിരുന്നല്ലോ. ഇതാണ് നമ്മുടെ ബാറ്. എടാ ഒഴിച്ചു വെച്ചിട്ടാണ് തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അവിടെ. പാഴ് ഇത്ര നേരിട്ട് അവന് ഏത് ബ്രാൻഡ് വേണമെന്ന് എനിക്ക് ഇഷ്ടം പോലെ ബ്രാൻഡുകളുണ്ട്. മൊട്ടത്തലേനെ മാത്രമേ പൊട്ടിക്കത്തുള്ളൂ. ഇതിനകത്ത് ഇതിൽ ഇല്ലത്തെ ബ്രാൻഡ് മൊട്ടത്തല. തനിക്ക് മൊട്ടത്തല ഒഴിക്കട്ടെ? ഒഴിയിടാമോ മൊട്ടത്തലൻ? അയക്കോൾഡ് മതി. ബ്ലാക്ക് മതി. പൊട്ടിക്കാതെ ഇതെല്ലാം നമുക്കുള്ള. നാളെ നമുക്ക് ഇവിടെ വരാനുള്ളതാണ്. എന്നാ ഓൾഡ് നമുക്ക് പൊട്ടിക്കടാ. അല്ല അത് അപ്പോൾ ഗായ്സ് നിങ്ങൾക്കറിയാം ഏത് സാഹചര്യത്തിലായാലും ഡ്രങ്കിനൊരു കീഴ്വഴക്കമുണ്ട്. ആ ഒരു ശബ്ദം അത് കേട്ടാലേ ഡ്രങ്കിന് സുഖമാകത്തുള്ളൂ എല്ലാ കാര്യം. കോഴിയുടെ കഴുത്ത് തിരിച്ചൊടിക്കുന്ന പോലെ. യെസ്, കം ഓൺ ഡ്രാഗൻ ജി. യെസ്, ഇപ്പോഴാണ് കോറം തന്നെ. അതെ, എല്ലാവർക്കും ഈ ഒരു കല്യാണ രാവിലേക്ക് സ്വാഗതം. ഒരിക്കൽ ലേറ്റ് ആയിട്ടായാലും ഇപ്പോഴും ഞങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിന് വേണ്ടി കല്യാണ രാവ്. ഞാൻ ഇപ്പോഴും പറയും ഇറ്റ്സ് ആക്ച്വലി കൊക്കക്കോള.
എനിക്ക് അങ്ങനെ പറയാൻ മാർഗമുള്ളൂ മക്കളെ. പക്ഷെ ഇതിനകത്ത് കോള കഴിച്ചാൽ ഒന്നും അറിയത്തില്ല. ഞാനൊരു തപ്പുണ്ട്. അതെ. എനിക്ക് ഓഫീസ് ഞാൻ റെക്കമെൻഡ് ചെയ്ത ഓഫീസ് കോപ്പ കഴിക്കണം. ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തു. ഒന്നും അറിയത്തില്ല. സുലൈമാനി ഇല്ലേ? സുലൈമാനി നമ്മുടെ ഏലക്ക ഗ്രാമ്പു സാധനമായിട്ട് സുലൈമാനിയൊക്കെ ഇല്ലേ? അതിനകത്ത് വിധത്തിൽ ഒഴിക്കണം. കുറച്ച് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. നമ്മുടെ സുലൈമാനി അറിയത്തില്ലെങ്കിൽ നമ്മുടെ കട്ടൻ ചായ, അതിനകത്ത് ഈ സാധനം ഒഴിച്ച് കുറച്ച് ഐസും കൂടി ഇട്ടെടുക്കുവാണെങ്കിൽ വെറൈറ്റി. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം, ഇവിടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ഇറ്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ്, അതിന്റെ ആവശ്യമില്ല. കുടിക്കുമ്പോൾ പേരിലല്ല കാര്യം, ആ ഒരു സ്നേഹത്തിലും ആ ഒരു ഇത് ഉറപ്പിലാണ് കാര്യം. അപ്പൊ പുള്ളി പറഞ്ഞ കാര്യം നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ പ്രകടിച്ചു. കാരണം നമ്മളാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ സുലൈമാനി പ്ലസ് നമ്മുടെ ബക്കാഡി ബ്ലാക്ക് പ്ലസ് ഐസ് ക്യൂബ് ഈസ് ഈക്വൽ ടു ഫയർ ആണോ അതോ സംതൃപ്തി ആണോ എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റേ ഫോർ ദാറ്റ്, സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. Until then, to the next round is coming soon. അപ്പോ അടുത്ത റൗണ്ട് മയക്കുവടി. നിങ്ങൾ എപ്പോഴും കാണുന്ന അതേ രീതിയിലേക്ക് നമ്മൾ ഇപ്പൊ എത്തിരിക്കണം. എംഡിയും ഡ്രങ്ക് ചെയ്യും മാത്രം. കാരണം ബാക്കിയുള്ള നമ്മുടെ ബ്രദേഴ്സ് എല്ലാം മറ്റുള്ളവരെ അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത റൗണ്ട് മയക്കുവടിക്ക് എപ്പോഴത്തെയും പറഞ്ഞ വിന്റേജ് എംഡി ആൻഡ് ഡ്രങ്ക്. അപ്പോൾ ഒരൊറ്റ വ്യത്യാസം മാത്രം, ഞങ്ങൾക്ക് രണ്ടുപേരും രണ്ട് ബ്രാൻഡാണ് അല്ലെ ഡ്രാഗൻ? പക്ഷേ ഒരു അമ്മയുടെ മക്കൾ, രണ്ടും റമ്മാണ്. അപ്പൊ ഡ്രാഗൻ താഴെ ഗ്ലാസ് കയറോ? ഏത് ഗ്ലാസ് വേണം എടുക്കാം, ആസ് യുവർ പ്രിഫറൻസ്. എല്ലാം നമുക്ക് കുടിയന്മാർക്കെല്ലാം ഒരേ ഗ്ലാസ് ഒക്കെ ഉള്ളൂ. തന്റെ സ്റ്റിക്കറിന്റെ പ്രാധാന്യം ഇപ്പോഴാണ് വരുന്നത് അല്ലെ? എന്തായാലും വേണം. ഓൾഡ് എന്താ ചതിക്കുന്നില്ല, ചെറുത വിഷയം. അത് 60 ഇല്ല, 40 ആണ്. സോഡ വെള്ളം വെള്ളം ഇഷ്ടം പോയിട്ടുണ്ട്. അപ്പൊ ഡ്രങ്കിന് എപ്പോഴും വെള്ളം വേണമെന്ന് പറയും. അപ്പോൾ വെള്ളം എന്തിനെന്നറിയാതെ മേടിച്ചോണ്ട് വന്നത് 2 ലിറ്ററിന്റെ വെള്ളമാണ്. തന്നെ പ്രതീക്ഷിക്കാൻ മേടിപ്പിച്ചത് തുളുമ്പിപ്പോലെ. യെസ്, അപ്പൊ ഡ്രങ്കിന് വെള്ളം വേണം. വെള്ളത്തിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ചടങ്ങാണ്. അപ്പൊ നമ്മുടെ കോറം പിന്നെയും വന്നിരിക്കുകയാണ്. അതെ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അതിന് സമ്മതം കൊടുക്കത്തില്ല. ഞങ്ങൾ പിന്നെ വിടുന്നില്ലല്ലോ. ഹലോ, മിസ്റ്റർ ഡ്രാഗൻജി, ചിയേഴ്സിന് ഒരുപാട് ഒരു ക്ലിഫ് ഹാങ്ങറിന്റെ ഒരു പോരായ്മ. അത് ആ ടൈമിൽ തന്നെ ഞാൻ എല്ലാം സെറ്റ് ആട്ടോ. ഞങ്ങളും സെറ്റ് ആവുകയാണ്. ഇൻ ദ മീൻ ടൈം ഈ റൗണ്ട് ചിയേഴ്സ് ഇല്ലാത്തത് നമ്മൾ എല്ലാവരും അടിക്കണം. ഈ സമയം ഞാൻ സേഫ് ആയിട്ട് അടിക്കും. കാരണം ഏത് പാദയാത്രയ്ക്കും വെളുപ്പിനെ പഠിച്ച ഞാൻ പണ്ട് എന്റെ ചെറുപ്പത്തില് ഈ ചാനലൊക്കെ തുറന്നതിന് മുമ്പ് ഞങ്ങൾ ടൂറൊക്കെ പോകും. ഡ്രങ്കിനൊന്നും അല്ല, അടിക്കത്തൊന്നും അടിക്കില്ലേ. അപ്പൊ ആ ടൈമില് നമ്മൾ രാത്രി അടിച്ചു ചെറുതായിട്ട് കൊളുത്തി. പക്ഷെ സാധനം ഒരുപാട് ഇതുപോലെ ഒരുപാട് പെൻഡിങ്. അപ്പൊ ഞാൻ ചെയ്ത പരിപാടിച്ചില് ഒരു 1:30 അലാറം വെച്ചു. അലാറം അടിച്ചു, എഴുന്നേറ്റില്ല. എന്നിട്ട് ഉദ്ദേശം 3 മണിക്ക് ഞാൻ എഴുന്നേറ്റു. കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരനെ, കൂടെയുള്ള പഴയ ഡ്രങ്കനല്ല, ഈ ഡ്രങ്കിനും അല്ല, വേറെ പുള്ളിക്കാരനെ വിളിച്ച് എണ്ണയിപ്പിച്ചു. 3 മണി വെളുപ്പിനെ ഇന്ന് വെള്ളവടി തുടങ്ങി. 7 മണിക്ക് വെള്ളവടി തീർന്നു. എന്നിട്ട് അന്ന് വൈകുന്നേരം ഏകദേശം ഒരു 5 മണി 4 മണിക്ക് എഴുന്നേറ്റു. എന്നിട്ട് തലവേദന എന്ന് പറയും, അന്യായ തലവേദന. എറണാകുളമാണ്, നമ്മൾ ആലപ്പുഴ അല്ല, തൊട്ടടുത്തുള്ള ബാറിൽ കയറി ഓരോ പെഗ് അടിച്ചു.
ആയില്ല. സുഖമാണ് പുള്ളിക്കാരൻ പറഞ്ഞില്ല, പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ്. സുഖമായിരുന്നു, പക്ഷെ അതുകൊണ്ട് ആയില്ല. കാരണം തലവേദന അതുപോലെയാണ്. ഉറക്കമുളച്ചു, വെള്ളം അടിച്ചു, എല്ലാം. പിന്നെ ഒരു 2-3 പെഗ് അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം തലേ ദിവസത്തെ കിക്കായി. അപ്പോഴേക്കും തലവേദനയൊക്കെ പോയി. പിന്നെ അടിയോടടി എപ്പോഴൊക്കെയോ വീട്ടിൽ പോയി, വീട്ടിലല്ല റൂമിൽ പോയി കിടന്നുറങ്ങി. അങ്ങനത്തെയൊക്കെ ചരിത്രമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യം ഞാൻ മറന്നുപോയി. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അതെല്ലാം ബക്കാടി ബ്ലാക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ ബാക്ക് ടു ടോപ്പിക്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. അതിന്റെ പേരെല്ലാം ബ്ലാക്ക്, എല്ലാം ബ്ലാക്ക്, എല്ലാം ബ്ലാക്ക് ആണ്, ടോട്ടൽ ബ്ലാക്ക് ആവും. ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഈ കൂട്ടത്തിൽ ഒരാൾ മാത്രം സിപ്പറുണ്ട്. സിപ്പ് ചെയ്ത് മാത്രമേ പുള്ളിക്കാരൻ കഴിക്കത്തുള്ളൂ. ആക്ച്വലി അതിൽ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല, കാരണം എത്ര അളവിൽ നിങ്ങൾ കഴിച്ചാലും സാധനം ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരേ എഫക്റ്റ് ആണ്. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ ഇംഗ്ലീഷുകാരുടെ നാട്ടിൽ കിട്ടുന്ന സാധനമല്ല ഇവിടെ കിട്ടുന്നത്. അത് സത്യം. കാരണം അവരുടെ നാട്ടിൽ കിട്ടുന്ന ഹൈ ക്വാളിറ്റി സാധനം. അവര് സെപ്പ് ചെയ്ത് കഴിച്ചാലും ഡ്രൈ അടിച്ചാലും അവർക്ക് ഇമ്പ്യൂരിറ്റീസ് കുറവാണ്. ഇംഗ്ലീഷുകാരുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്യൂരിറ്റീസ് ഉള്ളത് വലിക്കുന്ന സാധനമാണ്. കാരണം കുടിച്ച് ലിവർ പോകുന്നതല്ല, വലിക്കുന്ന കാര്യത്തിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഹാർംഫുൾ എഫക്ട്. കല്യാണം കുടിക്കുന്നില്ല, അടിച്ചില്ലെങ്കിൽ ഇത് നിന്റെയാണ്. ഇവിടെ വേറെ ആരും ബ്രാൻഡ് അടിക്കുന്നില്ല, ബാക്കി എല്ലാവരും ലമ്മാണ്. അടിച്ചു മോനെ, നീ ഒന്നും നോക്കണ്ട. പിന്നെ സോഡ ഒഴിക്കാം, അവനെ വേണേ ഇത്ര സാധനം ഒഴിച്ചു തരാം. അടി മോനെ. ഇതൊക്കെ എങ്ങോട്ട് പോണു മോനെ? നാളെ അറിയാം. നാളെ ഇതൊക്കെ തന്നെ ഇവിടെ നടക്കാൻ പോണത്. ഇതിനപ്പുറം അതെ, ഇറ്റ്സ് ടൈം ഫോർ ദ ലാസ്റ്റ് റൗണ്ട് ഓഫ് മൈക്ക് വെടി. ഇന്നത്തേക്ക് മാത്രം. കാരണം കല്യാണ ആഘോഷം എന്ന് പറയുമ്പോൾ നാളെ കല്യാണം, നാളെ ഇതേ സെറ്റപ്പിൽ എത്ര പേരുണ്ടാവും നമുക്ക് അറിയില്ല. പക്ഷേ ഇന്നത്തെ രാത്രിയിലത്തെ ഫൈനൽ ചിയേഴ്സിന്റെ ഒഴുപ്പുകാരൻ, നമ്മുടെ ആസ്ഥാന കുടികാരൻ രംഗരാജ്, ഡ്രങ്കൻജി, അങ്ങനെ പല അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ വ്യക്തി അവരവരുടെ ഗ്ലാസ് ഒന്നും നോക്കണ്ട. നിരന്ന് ഓടിരിപ്പുണ്ട്. എനിക്ക് നാക്ക് തിരിയത്തില്ല, ബിക്കോസ് ഐ ഹാവ് കൺസ്യൂഡ് മോർ. ഓൾഡ് മങ്ക് ആർക്കൊക്കെ വേണ്ടേ? വേറെ ആളുകളുണ്ടല്ലോ ഓൾഡ് മങ്ക്. പുള്ളിക്ക് ഒരു 90, ഓൾഡ് മങ്ക് 90. ഇനി ക്ലിഫ് ഹാങ്ങർ പോരട്ടെ. എത്ര വേണം? 90. 2 90. ഇനി ഒരു ബക്കാടി ബ്ലാക്ക്. അത്ര മതി താൽക്കാലികമായിട്ട്. എനിക്ക് സോഡയെ പോയി. പല പല കളർ. നമ്മളെപ്പോഴും പറയത്തില്ല ഡ്രാഗൺ ജി, നമ്മളെപ്പോഴും പറയും എല്ലാം കളർഫുൾ ആയിരിക്കണം. ആ കളർഫുൾ എന്നുള്ളതിന്റെ അർത്ഥം, ദ റിയൽ മീനിങ് ഈസ് ജസ്റ്റ് റൈറ്റ് ഹിയർ. കണ്ടോ ഗൈസ്? റെയിൻബോ. ഇടയ്ക്ക് മാത്രം സെയിം കളർ, സെയിം പിച്ച് അടിച്ചിരിക്കുകയാണ്. പക്ഷേ ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. എല്ലാം പല പല കളേഴ്സ്, എല്ലാം പല പല വ്യക്തികൾ. നമ്മളെല്ലാം ഇൻസൈഡ്, നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സ്, എല്ലാരും പച്ച മനുഷ്യർ. അല്ലേ ഡ്രാഗൺ ജി? അത്രേ ഉള്ളൂ. ദ സെയിം മീനിങ്. സാധനങ്ങൾ ഇനിയും ബാക്കിയാണ്. ബാക്കി നാളെ കാണാം. തുടരുമല്ലേ ഈ വീഡിയോ? ഈ വീഡിയോ തുടരും. എല്ലാരും അവരവരുടെ ഗ്ലാസുകൾ എടുക്കാൻ മണിയടിച്ചിരിക്കുകയാണ്. അതാറ് ഗ്ലാസാ?
All in class. അത് സ്വന്തം മദ്യപാനെടുക്കാം. Yes. Okay, guys. It's time for the final tears of this marriage function. The final tears of this night is here. Yeah. പല പല ബ്രാൻഡ്, പല പല കുടുംബത്തിൽപ്പെട്ട അതെ ചീരസ് വെച്ച പിന്നെ റിട്ടേൺ വെക്കാൻ പാടില്ല. പല പല കുടുംബത്തിൽ പറഞ്ഞവര് പല പല എന്തായിക്കോട്ടെ, പക്ഷേ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആ ഒരു കാര്യം ഇന്നത്തെ കാലത്ത് ജാതിയുടെ പേരിൽ വെട്ടിക്കീറുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഒരു ഉദാഹരണമാണ് ഈ പറയുന്നത്. Dedication and everything. Once again, and cheers you all. This means everything to me and to you also. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ 2 വർഷത്തിന് മുകളിലായി ഈ ഒരു പ്രസ്ഥാനം തുടങ്ങി. പക്ഷേ ഇതുപോലൊരു സെറ്റപ്പ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെതായിട്ടുള്ള എല്ലാ സത്യം ഇല്ല, ഒരു കളയല്ല, ഇനി കൂടുതലൊന്നും പറഞ്ഞില്ല. ഇതുമായിട്ട് തീർക്കാന്ന് കരുതാണ്, പക്ഷെ ഞാൻ തീർക്കില്ല. ബിക്കോസ് കമ്മിങ് സൂൺ, കല്യാണം നാളെയാണ് അല്ലെ. ഈ ഒരു മനുഷ്യനാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. The main event is this person. Coming tomorrow. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. റങ്കൻ വളരെ വൈകി വന്നെങ്കിൽ പോലും ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഞങ്ങൾ ഇതേ കോളം നാളെ തികയുമെന്ന് അറിയത്തുമില്ലെങ്കിൽ പോലും എല്ലാവരും ഇന്നത്തെ വീഡിയോ ബാക്കി നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് cheers.